ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പൾസ് ഡിയോർ ടെക്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിക്കൻ പോക്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് പണ്ട് കുഞ്ഞിന് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടോ? ചിക്കൻ പോക്സ് വന്നിട്ടുള്ള നമ്മൾ പിന്നെ പണ്ട് പറയാറില്ലേ, നമുക്കിനി ഒരിക്കലും ചിക്കൻ പോക്സ് വരില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ? നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വരുമോ? അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ പോക്സ് എന്ന് വെച്ചാൽ നമ്മൾ വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ്, ഒരു വൈറൽ രോഗമാണ്. ഈ വൈറൽ രോഗം എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ വെസിക്കിൾസ്, അതായത് കുമിളകൾ പോലെ ഉണ്ടാക്കും. ആ കുമിളകൾ പൊട്ടും, അതിന് സ്രവങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ വായുവിലൂടെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. സോ അതൊരു വൈറൽ രോഗമായതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. നന്നായിട്ട് വെള്ളം കഴിക്കാനും നന്നായിട്ട് ഫുഡ് കഴിക്കാനും നന്നായിട്ട് വെള്ളം കുടിക്കാനും ഒക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഒരിക്കലും വരും, കുഞ്ഞു കുട്ടികൾക്കാണ് ആദ്യം വരുന്നത്. അപ്പം അല്ല, എല്ലാവർക്കും വരാം, ഏത് പ്രായക്കാർക്കും വരാം. കുഞ്ഞുനാളിൽ ഇപ്പോൾ ചിക്കൻ പോക്സ് വന്നാൽ എനിക്ക് പണ്ട് കുഞ്ഞിലെ ചിക്കൻ പോക്സ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഇനി ഒരിക്കലും ചിക്കൻ പോക്സ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ചിക്കൻ പോക്സ് ഉണ്ടാകുന്ന ഏതാ? വാരിസെല്ല സോസ്റ്ററാണ്. ഈ വാരിസെല്ല സോസ്റ്റർ എൻ്റെ ബോഡിയിൽ ഇപ്പോൾ ചിക്കൻ പോക്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? എൻ്റെ ബോഡി അതിനെതിരെ ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കും. ഈ ആൻറ്റിബോഡി കാരണം എനിക്ക് പിന്നെ ചിക്കൻ പോക്സ് ആയിട്ട് വരില്ല. പക്ഷേ എൻ്റെ ഈ വൈറസ്, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ വന്ന ഈ ചിക്കൻ പോക്സ് ഉണ്ടായ വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് എൻ്റെ നെർവ് റൂട്ട് ഞരമ്പ്, ഈ ഞരമ്പിൻ്റെ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ എന്ന് പറയും. ഈ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോണിൽ ഇരുന്നതിന് ശേഷം എൻ്റെ വയസ്സ് ഒരു 60 മുകളിൽ പോകുമ്പോഴും, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് എന്ന് പറയും, ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്തും ഇതെന്ത് ചെയ്യും? റിയാക്ടിവേറ്റ് ചെയ്ത് പിന്നെയും വരാം. പിന്നെ നമ്മുടെ ശരീരത്തിൽ പണ്ട് ചിക്കൻ ബോക്സ് വന്ന ഒരാൾക്ക് പിന്നെ വരുമ്പോൾ നമ്മളതിന് ചിക്കൻ ബോക്സ് എന്നല്ല പറയുന്നത്, അത് നമ്മൾ ഷിംഗിൾസ് എന്നാണ് പറയുന്നത്. അതുണ്ടാക്കുന്നത് സെയിം വൈറസ് തന്നെയാണ്, പക്ഷേ ആ വൈറസ് നമ്മളൊരു പേര് മാറ്റി കൊടുക്കും. പണ്ട് നമ്മൾ വാരിസെല്ല സോസ്റ്റർ എന്ന് പറഞ്ഞ വൈറസ് ഹെർപ്പീസ് സോസ്റ്ററാണ് നമുക്ക് ഷിംഗിൾസ് ഉണ്ടാക്കുന്നത്. റിയാക്ടിവേറ്റ് ചെയ്യണം. അതൊരിക്കലും ഇപ്പോൾ വരില്ല. അത് ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴോ അല്ലെങ്കിൽ 60 വയസ്സിന് മേലെയുള്ളവർക്ക് അത് വരാൻ സാധ്യതയുള്ളൂ. അത് പണ്ടൊരിക്കൽ ചിക്കൻ ബോക്സ് വന്ന ഒരാൾക്ക്. ഇനി ചിക്കൻ ബോക്സ് എനിക്കിപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പം ഈ അടുത്ത് എൻ്റെ കൂടെയുള്ള ആർക്കെങ്കിലും ഇപ്പോൾ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലിലായാലും ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളതുകൊണ്ട് വരില്ല. അവരിൽ നിന്ന് എനിക്ക് എന്തായാലും സ്പ്രെഡ് ചെയ്ത് വരാൻ സാധ്യതയില്ല. പക്ഷേ എൻ്റെ ബോഡിയിൽ പണ്ട് ഉണ്ടായിരുന്നത് ഇരുന്നിട്ട് പിന്നെ എനിക്ക് വരാൻ സാധ്യതയുള്ളൂ, അല്ലാതെ സ്പ്രെഡ് ചെയ്ത് വരാൻ സാധ്യതയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഞാൻ പറഞ്ഞ 60 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ഷിംഗിൾസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ 60 വയസ്സ് കഴിയുമ്പോൾ ഷിംഗിൾസ് ആയിട്ട് അവർക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ അവരുടെ വീട്ടിൽ ഈ ചിക്കൻ പോക്സ് എന്ന് വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. ബിക്കോസ് അവരിൽ നിന്ന് അവർക്ക് ചിക്കൻ പോക്സിന്റെ വൈറസ് വരാം, അവർക്ക് സ്പ്രെഡ് ചെയ്ത് വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. പിന്നെ ഷിംഗിൾസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ പറഞ്ഞു ചിക്കൻ പോക്സ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ശരീരം മൊത്തത്തിൽ വരും, ഈ കുമിളകൾ പോലെ വരും. ഈ ഷിംഗിൾസ് കൂടുതലും നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം, ഡെർമറ്റോംസ് എന്ന് പറയും, ഈ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഭയങ്കര പെയിനും പിന്നെ ഭയങ്കര റാഷസ് ആയിട്ടാണ് വരുന്നത്. അതൊരിക്കലും ഇതാണ് നമ്മുടെ മിഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ മിഡ് ലൈൻ ക്രോസ് ചെയ്ത് പോകില്ല, ഒന്നുകിൽ ഇടത് സൈഡ് അല്ലെങ്കിൽ വലത് സൈഡ്, അങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഡെർമറ്റോംസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടേം ആണ്. പക്ഷേ നമ്മൾ ഇത്ര ഓർത്താണ്, നമ്മുടെ ഒരു സൈഡ് മാത്രം വരും. മുഖത്താണ് വരുന്നത്, ഈ ഒരു സൈഡ് മാത്രം വരും, ഇപ്പുറത്തേക്ക് വരില്ല. അപ്പം ഈ ഒരു സൈഡ് വരുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ എൻ്റെ ചെവിക്ക് പ്രശ്നം വരും, കണ്ണിന് വിഷ്വൽ പ്രോബ്ലംസ് വരും. പിന്നെ നമ്മൾ ന്യൂറാൾജിയ എന്ന് പറയും, പോസ്റ്റ് ഹെപ്പറ്റിക് ന്യൂറാൾജിയ, ഭയങ്കര പെയിൻ ആയിരിക്കും നമ്മുടെ ആ ഞരമ്പിൻ്റെ ആ ഒരു ഉള്ള സ്ഥലത്ത്. അതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട്. ഓക്കെ, സോ ഇന്ന് എത്രയുള്ളൂ. ബൈ ബൈ. നിങ്ങൾ മറക്കാൻ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ശരി.